and welcome back to part 2 of the Santorini vlog. So this is day 4 and we started off by going and collecting a rental car. ഇവിടെ കാറ് റെൻറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. കാറ്, ATV, സ്കൂട്ടേഴ്സ് എല്ലാം ഒത്തിരി റെൻ്റൽ പ്ലേസസ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ വന്നിട്ട് നോക്കി ചീപ്പായിട്ടുള്ളൊരു സ്ഥലം നോക്കി എടുക്കുന്നതാണ് നല്ലത്. പ്രീ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാർ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിന് ചുറ്റുമുള്ളൊരു വീഡിയോ എടുക്കും. സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ അറിയാനായിട്ട് അവരും ഒരു വീഡിയോ എടുക്കും. നമ്മൾ ലൈസൻസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ആൻഡ് യു ഡു ദ ഹോൾ പേയ്മെൻറ്റ് അറ്റ് ഫസ്റ്റ്. ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ട് ഹോണ്ടയുടെ ഒരു ഓട്ടോമാറ്റിക് ഈ ചെറിയ കാറിന് പെർ ഡേ 60 euros ആയിരുന്നു അവർ ചോദിച്ചത്. സോ ഞങ്ങൾ 2 ദിവസത്തേക്ക് എടുത്തു 120 euros ആൻഡ് ഓൾ ദേ ആസ്ക്ഡ് ഫോർ വാസ് യുവർ UK ഡ്രൈവിംഗ് ലൈസൻസ് ഓർ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്. വണ്ടിയൊക്കെ എടുത്ത് ഇന്നത്തെ പ്ലാൻ ഈസ് ടു വിസിറ്റ് 3 ഓഫ് ദ നിയർ ബൈ സിറ്റീസ്. അപ്പോൾ നമ്മൾ ഇന്ന് പിർഗോസ്, ഇമറോവീഗ്ലി ആൻഡ് ഫിറ എന്ന് പറയുന്ന 3 ടൗൺ വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ. The first place we went to was Pyrgos. Pyrgos is basically just like Iya with the blue dome churches and white buildings, but not as crowded as Iya. Atrem crowd illarunnu, so it was easier for us to walk around and explore everything. Iya was so beautiful and I don't think anything could beat the sunset view in Iya. പക്ഷേ അവിടെ നമുക്കൊരു ഫോട്ടോയോ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ക്രൗഡ് കാരണം ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ. സോ പിർഗോസിലും സിമിലർ ആയിട്ടുള്ള ബാക്ക് ഡ്രോപ്സ് ഒക്കെ ഉണ്ട്, സിമിലർ ആയിട്ടുള്ള ബിൽഡിങ്സും ബ്ലൂ ഡോംസ് ഒക്കെ ഉണ്ട്. സോ ഇഫ് യു വാണ്ട് ലൈക്ക് ഗുഡ് പിക്ചേഴ്സ്, ദിസ് ഇസ് എ ഗുഡ് പ്ലേസ് ടു കം ടു. Pyrgos is a very small but very aesthetic town. Iya പോലെ തന്നെയാണ്, പക്ഷെ ഞാൻ പറഞ്ഞ പോലെ it's not as crowded, so you can actually enjoy how beautiful it is. Pyrgos was a very small city but very aesthetic too. We were actually able to walk around and explore the whole city in under 2 hours. We walked around the city, took a lot of pictures, tried some Greek food and some Greek sweets. It was all amazing. It was a very beautiful and aesthetic little town. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും it looked straight out of a postcard and looked very beautiful. And ഇവിടെയുള്ള ഈ സോനിയേഴ്സ് ഒക്കെ വാങ്ങണ even the shops were decorated very beautifully. ഭയങ്കര vibrant colors ഒക്കെ ആയിട്ട്. And because each of these shops were decorated very differently, it was really nice to walk through these alleyways and explore them. It was just beautiful. The place itself was so beautiful, but the only letdown was the climate. It was so hot to the point where we were not able to bear with it. നാട്ടിൽ ഇൻ കൊച്ചി ഇതിലും കൂടുതൽ ചൂടിൽ കോളേജിൽ പോയതാണ്, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് നൗ. മേ ബി ഐ എം സോ അഡ്ജസ്റ്റഡ് ടു ദ കോൾഡ് ക്ലൈമറ്റ് ഇൻ ദി UK that I can't deal with this hot climate. But it was not just me, all of us. എല്ലാവർക്കും ചൂട് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് മിനി ഫാനൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. We walked all the way to the top of the city and മോളിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഫുൾ ബിൽഡിങ്സ് ഒക്കെ കാണാം. That was the main viewpoint of Pyrgos. It's again called the Pyrgos Square. അവിടെ ചെന്ന് നമ്മൾ വ്യൂ ഒക്കെ കണ്ടു. അവിടുത്തെ ഒരു ഓൾഡ് ചർച്ചിലൊക്കെ പോയി. ആൻഡ് ദെൻ വി ഡിസൈഡഡ് ടു ഹെഡ് ടു അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. തിരിച്ച് താഴെ എത്തിയപ്പോഴത്തേക്കിനും എല്ലാവരും നല്ല ടയേർഡായി because it was so hot. So we decided to go to this little cafe and
get some cold drinks and some sweets. There were a lot of options for sweet treats and എല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു. പക്ഷെ ആർക്കും ഒരു സ്വീറ്റ്സ് കഴിക്കാനുള്ള മൈൻഡിലായിരുന്നു ബിക്കോസ് ഇറ്റ് വാസ് സോ ഹോട്ട്. സോ ഞങ്ങൾ ഡ്രിങ്ക്സും പിന്നെ ട്രൈ ചെയ്യാനായിട്ട് ചെറിയൊരു മിനി ഫെറർ റോഷർ കേക്കും വാങ്ങി. This is a Greek traditional sweet. ഫുഡും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങി നമ്മൾ ഇറങ്ങിയപ്പോൾ അവർ നമുക്ക് ചെറിയൊരു സ്വീറ്റ് തന്നു. അവരുടെ സ്പെഷ്യാലിറ്റി ആണെന്ന് പറഞ്ഞു. ഇറ്റ് ബേസിക്കലി ടേസ്റ്റഡ് ലൈക്ക് നമ്മുടെ നാട്ടിലെ ഗീ കേക്ക്, അതിൻ്റെ ഒരു മിനി വേർഷൻ. ആൻഡ് ഫോർ ഡ്രിങ്ക്സ് വി ഹാഡ് ഐസ്ഡ് ചോക്ലേറ്റ് ഡ്രിങ്ക്സ് വിച്ച് വാസ് നൈസ് as well. ഈ ഫെററോ റോഷറിൻ്റെ കേക്കും അടിപൊളിയായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് കാണുന്ന പോലെ പുറത്തൂടെ ആ ഹേസൽനട്ട്സും അകത്ത് ഹേസൽനട്ടും ക്രീമും ഒക്കെ ജസ്റ്റ് ലൈക്ക് ദ ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു. പെർഗോസ് PYRGOS, എനിക്കത് സ്ഥലം പറയാൻ അറിഞ്ഞൂടെ. അവിടെ പോയി കണ്ടു. And we got a small iced chocolate and some sweets. And now we're going to another village called Imero Weekly. I don't know if I'm saying it right. But yeah, ഭയങ്കര വെയിലാണ്. But we're going. ഡ്രിങ്കൊക്കെ കുടിച്ചൊന്ന് കാറിൽ സെറ്റിലായപ്പം ഞങ്ങളുടെ ക്ഷീണമൊക്കെ മാറി. And we were energized to go to the next spot. It is a small city called Imero Weekly. Again, it is like Iya but less crowded. This city was also so beautiful and just like Pyrgos, ഇതും ചെറിയൊരു ടൗൺ ആയിരുന്നു. ഒരു 1 hour നമുക്ക് ഫുള്ള് നടന്ന് കാണാം. പക്ഷേ ഇവിടെ പിർഗോസിനെല്ലാം ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു, ഒത്തിരി സീ ഫേസിങ് റെസ്റ്റോറൻറ്റ്സ്. സോ വി ഡിസൈഡഡ് ടു ഹാവ് a lunch here. ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റിൽ നിന്നും അടിപൊളി വ്യൂ ആയിരുന്നു. നമുക്ക് സീയിൽ കുറേ വലിയ ക്രൂസ് ഷിപ്പുകളൊക്കെ കാണാമായിരുന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. Lunch we got some pizzas, so we had our pizzas and our drinks, enjoyed the view and decided to go back home to rest because ഭയങ്കര ചൂടായിരുന്നു. By this point we were so tired. അപ്പോൾ ഫുഡ് കഴിച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവരുടെ ടൊമാറ്റോസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാവോ?
നല്ലപോലെ റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം ഒരു 5 o'clock ആയപ്പോൾ വി ഡിസൈഡ് ടു ഗെറ്റ് റെഡി ആൻഡ് ഗോ ഫോർ മൈ ബർത്ത്ഡേ ഡിന്നർ ഞങ്ങളിവിടെ വന്ന് 2ാമത്തെ ദിവസം പോകേണ്ടതായിരുന്നു, പക്ഷേ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് അത് മിസ്സായി. സോ ഇത് റീബുക്ക് ചെയ്തതാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു എ റെസ്റ്റോറൻറ്റ് കോൾഡ് ബെറോളോ. ഇറ്റ്സ് ഇൻ ഫീറ ടൗൺ. ഇതായിരുന്നു ആ റെസ്റ്റോറൻറ്റ് ഞാൻ കുറേ നാളായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കി വെച്ചതാണ്. ഇറ്റ് വാസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. പിക്ചേഴ്സിൽ കാണുന്നതിലും ഭയങ്കര ഭംഗിയായിരുന്നു. ആൻഡ് ദ ഫുഡ് വാസ് ഓൾസോ റിയലി നൈസ്. After having food and watching the sunset from the restaurant, we decided to go and explore the town of Fira. കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബിഗ് ടൗൺ ആണ് ഫിറ. സോ ഫിറയിൽ നമ്മൾ രാത്രിയായപ്പോൾ പോയി ആൻഡ് വി സോ ഓൾ ദ ലൈറ്റ്സ് ഇൻ ദ സിറ്റി ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പോലെ തന്നെ ആയിരുന്നു, ബട്ട് ദർ വാസ് സം ഡിഫറൻസ്. ഐ കുഡ്ന്റ് റിയലി പിൻ പോയിന്റ് വാട്ട് ഇറ്റ് വാസ്. പക്ഷേ വൈബിലൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നൈറ്റ് ലൈഫും ക്ലബ്സും പബ്സും ഒക്കെ ഫിറയിലാണ്. ഗ്രീക്ക് കോഫി നോർമൽ കോഫിനേലും ഭയങ്കര സ്ട്രോങ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ ഡോണ്ട് റിയലി ലൈക്ക് സ്ട്രോങ് കോഫീസ്. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു കോഫി ട്രൈ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. സോ ഐ ഗോട്ട് എ കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീം. സ്ട്രോങ് ആയിരുന്നു, ബട്ട് മേ ബി ബിക്കോസ് ഐസ്ക്രീം ഉള്ളതുകൊണ്ടായിരുന്നു ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ബാഡ്. ഐ ആക്ച്വലി ഡിഡ് ലൈക്ക് ഇറ്റ്. നല്ല അടിപൊളി നൈറ്റ് ലൈഫുള്ള സ്ഥലമാണ് ഫിറ. ഒത്തിരി പബ്സും ലൗഡ് മ്യൂസിക്കും ലൈറ്റ്സും ഒക്കെ ആയിട്ട് വേറെ തന്നെ ഒരു വൈബായിരുന്നു ആ സ്ട്രീറ്റ്സിലൂടെ രാത്രി ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ ചുറ്റി ഫുൾ സിറ്റിയൊക്കെ കണ്ടിട്ട് വി ഡിസൈഡഡ് ടു ഗോ ബാക്ക് ഹോം ആൻഡ് റെസ്റ്റ്. ആൻഡ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഡ്രൈവിലും നമുക്ക് സൈഡിൽ സിറ്റിയിലെ ലൈറ്റ്സ് ഒക്കെ കാണാമായിരുന്നു. തിരിച്ച് നമ്മൾ വീടെത്തിയപ്പോൾ അവിടെ ഒരു പൂച്ചക്കുഞ്ഞ്, പിന്നെ നമ്മൾ അതിന് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം അതിൻ്റെ കൂടെ ഇരുന്നു. ആൻഡ് പുറത്ത് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി ലൈറ്റ്സ് ഒക്കെ കാണാം. സോ വി സ്പെൻഡ് സം ടൈം ദെയർ ആൻഡ് ദെൻ ഡിസൈഡഡ് ടു ഗോ ടു ബെഡ്. ആൻഡ് woke up the next day. സോ രാവിലെ എണീറ്റപ്പോൾ നല്ല ടയേർഡായിരുന്നു ബിക്കോസ് വി സ്ലെപ്റ്റ് ലേറ്റ് ദി അതർ നൈറ്റ്. സോ വി ഡിസൈഡഡ് ടു റിലാക്സ് ടിൽ ആഫ്റ്റർനൂൺ ആൻഡ് ദെൻ ഗോ ഔട്ട്. പിന്നെ ഭയങ്കര ചൂടുമല്ലേ, അപ്പോൾ രാവിലെ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഗൈറോസ് വാങ്ങി. സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ ഒത്തിരി കടകളും റെസ്റ്റോറൻറ്റ്സും സൂപ്പർ മാർക്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് നോട്ട് ബാഡ്. നമ്മൾ ഫുഡൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ പോയി ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് വി ഡിസൈഡഡ് ടു റിലാക്സ് ആൻഡ് വാച്ച് എ മൂവി ഇൻ ദി Airbnb ബിക്കോസ് ഭയങ്കര ചൂടായതുകൊണ്ട് ഇന്നലത്തെ പോലെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ മടുത്തു പോവും. സോ ഒരു വൈകുന്നേരം 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. Today is beach day. അപ്പോൾ we are going to Kamari beach, Perissa beach and then Red beach. But Red beach is not safe to like go on the beach, so we'll just see it
from far. Hi, Para. ഹലോ ഗായ്സ്. ഇവിടെ മസാജ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കമാരി ബീച്ചിലെത്തി. കമാരി ബീച്ച് ഇസ് എ ബ്ലാക്ക് സാൻഡ് ബീച്ച്. നമ്മൾ ബോട്ട് ടൂറിന് പോയപ്പോൾ ബോട്ടിൽ നിന്ന് കണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ ബീച്ചിൻ്റെ സ്ഥലത്ത് തന്നെ ഒത്തിരി ഷോപ്സും ഒത്തിരി സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ബീച്ചിൻ്റെ സൈഡിൽ കുറേ സൺബെഡ്സും ഉണ്ട് ഫോർ യു ടു റിലാക്സ്. പല ടൈപ്പ് സൺബെഡ്സ് ഉണ്ട്. യു ക്യാൻ ആക്ച്വലി പേ ആൻഡ് പ്രീ ബുക്ക് ഫോർ ദ സൺബെഡ്സ്, ഓർ നമുക്ക് ചില റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. ആ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഫുഡ് വാങ്ങിയാൽ ഫ്രീ ആയിട്ട് നമുക്ക് സൺബെഡ്സ് യൂസ് ചെയ്യാം. ബ്ലാക്ക് സാൻഡ് ബീച്ചും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി, വി ഹാഡ് എ ലോട്ട് ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ്. ഇറ്റ് വാസ് സോ നൈസ്. പക്ഷേ നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. സോ വി ഡിസൈഡഡ് ടു ഡ്രോപ്പ് ദ പ്ലാൻസ് ഓഫ് ഗോയിങ് ആൻഡ് വിസിറ്റിംഗ് ഓൾ ദി അതർ ബീച്ചസ് ബിക്കോസ് ഇവിടെ തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ സൺസെറ്റ് വരെ ആ ബീച്ചിൽ തന്നെ ഇരുന്നു, എൻജോയ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഡിസൈഡഡ് ടു ഗോ ടു വൺ ഓഫ് ദ നിയർ ബൈ റെസ്റ്റോറൻറ്റ്സ് ആൻഡ് ട്രൈ സം സീ ഫുഡ്. അപ്പോൾ ഒക്ടോപ്പസ് ഞങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഗ്രിൽഡ് ഒക്ടോപ്പസും ഗ്രിൽഡ് സ്ക്വിഡും കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഒക്ടോപ്പസിന് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു ടേസ്റ്റും ടെക്സ്ചറും ഒന്നും അല്ലായിരുന്നു. ഞാൻ ഭയങ്കര റബ്ബറി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടെക്സ്ചറായിരുന്നു, ഒരു ഫിഷി ടേസ്റ്റ്. ഇറ്റ് വാസ് റിയലി നൈസ്. സോ വി ട്രൈഡ് ഒക്ടോപ്പസ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ദെൻ ഓൾസോ ഹാഡ് സം ഡെസേർട്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും പുറത്ത് സൺസെറ്റായി. അപ്പോൾ സ്കൈ ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. നമുക്കിങ്ങനെ സ്കൈയിലെ സൺസെറ്റ് കളേഴ്സൊക്കെ കാണാമായിരുന്നു. സോ സൺസെറ്റും ബീച്ചിൽ നിന്ന് കണ്ടിട്ട് വി ഡിസൈഡഡ് ടു ഗോ ബാക്ക് ഹോം. This was the last and final day of ours in Santorini. തിരിച്ചു പോണ ഡ്രൈവിൽ I was looking outside and I was just looking at the view. The sunsets in Santorini are just something else. Just so beautiful. Even ഞങ്ങളുടെ എയർബിഎൻബിയുടെ പുറത്തുള്ള സൺസെറ്റ് വ്യൂ തന്നെ, it was just so beautiful. I mean, I feel like people there are so lucky that they get to see this every day. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് വി ഡിസൈഡ് ടു ഗോ ആൻഡ് വിസിറ്റ് ദ ലൈറ്റ്സ് ഇൻ ഇയ സിറ്റി വൺസ് മോർ. ഞങ്ങൾ ഇയയിൽ തന്നെ സ്റ്റേ ചെയ്യണോണ്ട് ഒരു ചെറിയ ഷോർട്ട് വാക്ക് ആയിരുന്നു. സോ വി ഡിസൈഡ് ടു വാക്ക് ടു ദിസ് സിറ്റി ആൻഡ് സീ ദ ലൈറ്റ്സ് ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സ്റ്റേ ഹിയർ ആൻഡ് നോട്ട് കം ബാക്ക്. അങ്ങനെ നമ്മൾ സിറ്റി കൂടെ നടന്ന് ലൈറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞ് വി ഡിസൈഡഡ് ടു ഗോ ബാക്ക് ഹോം. ഓൺ അവർ വേ ബാക്ക് ഞങ്ങൾ കുറച്ച് ഫ്രോസൺ യോഗട്ടൊക്കെ വാങ്ങിച്ച് അത് കഴിച്ചു. ആൻഡ് വി ഡിസൈഡഡ് ടു ഗോ ബാക്ക് ഹോം ആൻഡ് ഹാവ് സം റെസ്റ്റ് ആൻഡ് ഗെറ്റ് റെഡി ടു ട്രാവൽ ദ നെക്സ്റ്റ് ഡേ. പിന്നെ സാന്റോറിനിയിലെ ബ്ലൂ ഡോംസും വൈറ്റ് വാൾസിലെയും പിക്ചേഴ്സ് എടുക്കാനായിട്ട് ഭയങ്കര പാടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ബിക്കോസ് ഇറ്റ് ഇസ് സോ ക്രൗഡഡ്. സോ ആ പ്ലാൻ വാസ് ലാസ്റ്റ് ഡേ തിരിച്ച് പോണതിന് മുന്നേ വെളുപ്പിനെ 6 മണിക്ക് എണീറ്റ് വന്ന് നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന്. പക്ഷേ 6 മണിക്ക് ചെന്നപ്പോൾ ഉള്ള ക്യൂ ആണിത്. സോ 5 മണിക്ക് എണീക്കണമായിരുന്നു. പക്ഷേ അപ്പോൾ ലൈറ്റ് ഇല്ല.
അങ്ങനെ 6 മണിക്ക് വന്ന് നമ്മൾ ക്യൂവിൽ നിന്ന് പിക്ചേഴ്സും എടുത്തിട്ടാണ് തിരിച്ച് UK വന്നത്. രാവിലെ എണീറ്റ് ഫോട്ടോ എടുക്കാൻ വരവ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എസ്പെഷ്യലി അറ്റ് 5:36 in the morning. പക്ഷേ രാവിലത്തെ വ്യൂവും വെറുതെ അടിപൊളിയായിരുന്നു. രാവിലെ വന്നില്ലായിരുന്നെങ്കിൽ അതും മിസ് ചെയ്തേനെ. സോ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് രാവിലെ ഞങ്ങളൊരു കോൾഡ് കോഫിയും കുടിച്ച് we decided to pack our bags and come back to UK. So thank you so much everybody for watching the vlog, and please, if you like it, like, share, comment and support, and I will see you in another vlog. Bye bye.